എന്റെ പേര് കുട്ടിയാലി. ദുഃഖത്തിന്റെ പ്രതിവിധി ഒന്ന് പറഞ്ഞു തരണം. ദുഃഖം. അതെ, എനിക്ക് ആ ചോദ്യം കേട്ടപ്പോഴേ സങ്കടമാണ് വന്നത്. പ്രതിവിധി ഇല്ലാത്തൊരു കാര്യമാണ് അത്. ജീവിച്ചിരിക്കുക എന്നതിന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണത്. അത് കൊടുത്തേ പറ്റൂ. ജീവിച്ചിരിക്കുക എന്നതിന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണത്. ദുഃഖങ്ങളോടൊപ്പം ഒഴുകാനേ പറ്റൂ. ദുഃഖങ്ങളെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഒഴുകലല്ല, ദുഃഖങ്ങളോടൊപ്പം ഒഴുകാനേ പറ്റൂ. അത് ദുഃഖത്തിൽ നിന്ന് മോചനം നേടുന്നതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട. അതിന്റെ കൂടെ ടെൻസ് എന്നാണ് പറയാ, കാലം എന്നുള്ളത്. ടെൻഷൻ എന്നാണ് സങ്കടത്തിന് പറയാ. ഒപ്പുള്ളതാ. ഒരു ഈ കമ്പികളുള്ള ഇതിന്റെ പേരെന്താ? വീണ എന്നല്ലേ ഒരു വീണ. ഒരു വീണ ഏറ്റവും ഭംഗിയായിട്ട് അതിൽ നിന്നുള്ള ശ്രുതി വരെ എപ്പോഴാ? അതിൽ നിന്നുള്ള മ്യൂസിക് കേൾക്കുക എപ്പോഴാ? അതിങ്ങനെ അയഞ്ഞു നിൽക്കുമ്പോഴാണോ? ആണോ? അതിങ്ങനെ ടെമ്പറായിട്ട് നിൽക്കുമ്പോഴാണ്. ഇതിന്റെ പേരാണ് ടെൻഷൻ. സങ്കടമുള്ള മനുഷ്യരെ ലോകത്ത് എന്തെങ്കിലുമൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ സന്തോഷം മാത്രമുള്ള ആളുകൾക്ക് ഈ ലോകത്തൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ദുഃഖങ്ങളോടൊപ്പം ഒഴുകിയ മനുഷ്യരാണ് ഈ ജീവിതത്തിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. എന്താണ് ജീവിതത്തിന്റെ അർത്ഥം? ഇതിനെന്തെങ്കിലും ഒരു അർത്ഥം കൊടുക്കുക എന്നുള്ളതിനാണ് എന്റെ അർത്ഥം. സങ്കടങ്ങൾ ഒരു സൈഡിക്കാക്കിയിട്ട് പോകുന്നും വേണ്ട, അതിന്റെ കൂടെ ഒഴുകിക്കോളും. ഈ ബഷീർ കെ നോക്കൂ നിങ്ങള്, എല്ലാരും ഇരിക്കും പോലെയാണ് ഇരിക്കുന്നത്, വീൽ ചെയറിലായിരിക്കുന്നത്. ഗൾഫിൽ വെച്ച് ഉണ്ടായിട്ടുള്ള ഒരു വലിയ അപകടമായിരുന്നു. പക്ഷെ ആ മുഖത്തെ ചിരി നോക്കൂ. ദുഃഖങ്ങളെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടല്ല അങ്ങോട്ട് വന്നത്, അതിന്റെ കൂടെ 4 വീല് വെച്ചിട്ട് അതിന്റെ കൂടെ ഒഴുകുകയാണ് ആ മനുഷ്യൻ. ഇതിന്റെ കൂടെ ഒഴുകാനേ പറ്റൂ. വീലില്ലെങ്കിൽ വീല് വെച്ചു കൊടുക്കുക, അതിന്റെ കൂടെ ഒഴുകുക. വാട്ടർ ബെഡിലാണ് കിടക്കേണ്ടതെങ്കിൽ അതിൽ കിടക്കുക, എന്നിട്ട് പുഞ്ചിരിയോടുകൂടി കിടന്നുറങ്ങാൻ പറ്റും.